അപ്പോഴത്തേ ഞാനൊരു അടിപൊളി പുട്ടിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബട്ടറും മിൽക്കൊക്കെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ഒരു പുട്ടാണ്. വളരെ സിമ്പിളാണ്. പിന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയാലോ. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കിത് പാലൊന്ന് സെറ്റാക്കി എടുക്കാമേ. അപ്പോൾ ദേ ഞാൻ ആവശ്യത്തിന് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലിത് കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇനി ക്യാരറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചങ്ങന്മാരെ ഞാനിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായി കൊടുത്തിരിക്കാമേ. അങ്ങനത്തെ ക്യാരറ്റ് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ല തിളപ്പിക്കാൻ പറ്റുന്ന പാല് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടർ അലിയിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് നല്ലതുപോലെ ഒന്ന് അലിയിച്ച് കുറച്ച് ബട്ടർ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരത്തിന് കണക്കായിട്ട്. പിന്നെ ഞാനത് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ലേശം ഉപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാല് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് അത്യാവശ്യത്തിന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റാക്കി എടുക്കാം കേട്ടോ. പല കൂട്ടുകാരും ബട്ടർ ഇതിലിട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിലിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്ന അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എളുപ്പത്തിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പാലിലാകുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് സെറ്റാക്കി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ചതും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള പഞ്ചസാര കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാമേ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്യാരറ്റ് ഇതിൽ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റോടെ ഇതിൽ വരുന്നത് കൊണ്ട് മധുരം വളരെ കുറച്ച് മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടർ മിൽക്ക് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ചൂടാണ് കേട്ടോ. ഇങ്ങനെ ആവി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് ഞാൻ എൻ്റെ ടേസ്റ്റ് പറയാം കേട്ടോ എങ്ങനെയാണെന്ന്. നല്ല ചൂടാണെങ്കിൽ അടിപൊളി കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് യാതൊരു കൂടെ ഇപ്പോൾ കടലക്കറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐറ്റവും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോയിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.